ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ചധികം പരിപാടികളുള്ളൊരു ദിവസമാണ്. ഞാനും ചേട്ടനും ഇന്ന് ലീവ് എടുത്തേക്കാണ്. ഇന്നൊരു ബുധനാഴ്ചയാണ് കേട്ടോ. അതിരാവിലെ തന്നെ എണീച്ചു. ഇന്ന് മക്കളെ രണ്ടുപേരെയും സ്കൂളിലേക്ക് വിടണം. അപ്പോൾ എന്തായാലും കിച്ചണിൽ കയറാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടുപേർക്കും കാലത്തുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് സ്കൂളിലേക്ക് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും തലേദിവസം ഞാൻ പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഗ്രീൻ ബീൻസ് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മസാലക്കറി ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർന്നു വന്നിട്ടുള്ള ഗ്രീൻ ബീൻസ് കടല നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗ്രീൻ ബീൻസ് കടല നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ ഗ്രീൻ ബീൻസ് കടല മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ ഉരുളൻകിഴങ്ങും ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഗ്രീൻ ബീൻസ് കടല മാത്രം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 കഷ്ണം ഉരുളൻകിഴങ്ങും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ തന്നെ ഞാൻ സവോളയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം സവോള വഴറ്റാനായിട്ട് സെപ്പറേറ്റ് സമയമില്ല, ഇന്ന് ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുള്ളത്. അപ്പോൾ സവോളയും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും പിന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ബീൻസും കൂടിയിട്ട് 3 വിസിലടിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു തട്ടിക്കൂട്ട് കറിയാണ് മസാലയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സവോളയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഉരുളൻകിഴങ്ങ് സെപ്പറേറ്റ് നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഒരു 3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കർ നേരെ നമ്മുടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇടിയപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നൂൽപുട്ട് എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഉപ്പിട്ടിട്ട് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. തലേദിവസം കഴുകി വെച്ചിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അതാത് സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടും, കുറച്ച് നീറ്റായിട്ട് കിടക്കും ചെയ്യും കേട്ടോ. അപ്പോൾ അതാത് സ്ഥാനത്തൊക്കെ വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാനായിട്ടുള്ള പാത്രമൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടി. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതിനുശേഷം എനിക്കിപ്പോൾ 4ാമത്തെ തവണയാണ് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുന്നത്. വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല എങ്കിലും ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് ഒരു ചെറിയൊരു ശതമാനം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. അത് കിട്ടുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനായിട്ടുള്ളതില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അത് കിട്ടുമ്പോൾ ഞാൻ ഇത്രയും നാളും ചെയ്തിരുന്ന എഫേർട്ടിന് ഒരു ഫലം എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടമ്മമാരൊക്കെ ആയാലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാൻ താല്പര്യമുള്ളവർ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് യൂട്യൂബിലിടുക. ആൾക്കാർ കാണുകയോ കാണാതിരിക്കുകയോ എന്നതല്ല, നമ്മുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതിനനുസരിച്ച് ചിലപ്പോൾ ദൈവം സഹായിച്ച് പെട്ടെന്നൊക്കെ യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാനും നമുക്ക് ഇൻകം കിട്ടാനൊക്കെ സാധിക്കും. ചെറിയൊരു വരുമാനം അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. കൈ വെച്ചിട്ടൊന്നും കുഴയ്ക്കാറില്ല. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും. ഇതേ ചൂടോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് ആക്കിയിട്ട് ഇടിയപ്പം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കൈ വെച്ച് കുഴയ്ക്കാനും അതിനൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപുട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടിയപ്പത്തിൻ്റെ അത് കുഴച്ച് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്തേക്കും ഇടിയപ്പത്തിൻ്റെ അച്ചിലെ കുറച്ച് വെളിച്ചെണ്ണ തേക്കുകയാണ്. അങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടിയപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പാത്രത്തിൽ, പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ അത് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ അച്ചിലേക്കായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ തറവാട്ടിൽ പാപ്പൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദനയുടെ കല്യാണം, അതായത് എൻ്റെ സ്വന്തം അച്ഛൻ്റെ അനിയൻ്റെ മോളാണ് നന്ദന. അപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല, ലോങ് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഷോർട്സ് ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവളുടെ വിരുന്ന് പോവാണ്, അതായത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിന് ഞങ്ങളോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ കല്യാണിനെ സ്കൂളിൽ ചേർത്തണം. അതായത് ഇത്രയും നാളും കല്യാണി LKG UKG ഒക്കെ വേറെ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 1ാം ക്ലാസ്സിലേക്ക് അവളെ മാറ്റി ചേർത്തണം. അപ്പോൾ എന്തായാലും ഇന്ന് ലീവ് എടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ ചേർത്താനൊക്കെ വേറൊരു ദിവസം പോയിട്ട് ലീവ് എടുത്തിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം കൊണ്ട് എന്തായാലും നടത്തിയെടുക്കണം. എന്തായാലും പിള്ളേർ സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള ജഗപുക പരിപാടികളാണ് അടുക്കളയിൽ നടക്കുന്നത്. നൂൽപുട്ട് എന്തായാലും ഞാൻ ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കാറുള്ളത്. ഒരു ട്രിപ്പിൽ 9 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള നമുക്ക് ബാലൻസ് ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നൂൽപുട്ടിൻ്റെ കൂടെ ഈ കറികളൊക്കെ കൂട്ടി കഴിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നാളികേരപ്പാലും പഞ്ചസാരയും ചേർത്ത് കഴിക്കാനാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്ത് മസാലക്കറി കഴിച്ചാലും നമുക്ക് കിട്ടില്ല കേട്ടോ.
അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഈ ഒരു മസാലക്കറിനേക്കാൾ കൂടുതൽ നാളികേരപ്പാൽ കൂട്ടി കഴിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾക്ക് മസാലക്കറിയോടാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ എന്തായാലും സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 പേർക്കും പാത്രത്തിലാക്കുന്നുണ്ട്. അവർക്ക് 2-3 നൂൽപുട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കറിയും ഒക്കെ കൂടിയിട്ടാണ് ഞാൻ കൊടുത്തു വിടുന്നത് കേട്ടോ. അവരും ഹാപ്പിയാണ്. അവർക്ക് ഒരുപക്ഷെ ചോറിനേക്കാൾ കൂടുതൽ ഇതേപോലെ പലഹാരങ്ങൾ കൊണ്ടുപോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ. കല്യാണിക്ക് പ്രത്യേകിച്ചും അവൾക്ക് പെട്ടെന്ന് കഴിച്ച് തീരാന്നുള്ളതാണ് അവളുടെ ഒരു ഇത്. ചോറൊക്കെ ആകുമ്പോൾ കുറച്ചധികം സമയം എടുത്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കും അവൾക്ക് ഇഷ്ടമാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുത്തു വിടാണ്. അപ്പോൾ അതാ 2 പേരെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ചായ കുടിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ TV മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഞാൻ വാരി കൊടുക്കാനൊന്നും ഈ ഒരു സമയത്ത് ഉണ്ടാവാറില്ല. ഞാൻ 8:30 ആകുമ്പോഴേക്കും ജോലിക്ക് പോകും. പക്ഷേ ഇന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വാരി കൊടുത്തു. അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. അവർ സ്കൂൾ ബസ് തൊട്ടടുത്ത് തന്നെയാണ് വരിക. അപ്പോൾ അത് കയറാനായിട്ടുള്ള പോക്കിലാണ് 2 പേരും. കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷവും നമുക്ക് അടുക്കളയിൽ കുറച്ചധികം ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ നമ്മൾ റെഡി ആവാൻ പോവാണ്. ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും കൂടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇനി വീഡിയോ എടുക്കാനായിട്ടുള്ള സമയമില്ല, ഒരുങ്ങുന്നതൊന്നും കാണിക്കാനായിട്ടുള്ള സമയമില്ല. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് ഒരുങ്ങിയിട്ട് വരാം. ഇത് എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. സെക്യൂരിറ്റി ചേട്ടൻ തന്നതാണ്. അപ്പോൾ ഇതുവരെ ഞാനത് ഷേപ്പ് ആക്കിയിട്ടും ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞങ്ങളൊരു 10:15 ആയപ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തി. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വീടുള്ളതും അമ്മയുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. അച്ഛൻ്റെ അമ്മയുടെ ലവ് മാരേജ് ആണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് 2 പേരുടെയും കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതും ഈ ഒരു വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് പാപ്പനും മേമയും നന്ദനയാണ്. അപ്പോൾ നന്ദനയുടെ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ. കല്യാണം ഞായറാഴ്ചയായിരുന്നു, ബുധനാഴ്ചയാണ് കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബന്ധുക്കളെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് ഇനി ചെക്കൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ സാധാരണ കല്യാണത്തിന് മുൻപ് നമ്മൾ ചെക്കൻ്റെ വീട് കാണാൻ പോകാമെന്നുള്ളൊരു പതിവൊക്കെ ഉണ്ട്. ഇത്തവണ അതെന്തായാലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് കൂടിയിട്ടാണ് കല്യാണത്തിന് വിരുത്തൂണ് കൊണ്ടാക്കാമെന്നൊക്കെ പറയും ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ അതിന് പോകുന്നത് ചെക്കനും പെണ്ണും പോയിട്ടുണ്ട് മുന്നിൽ. ഇവരുടെ ബാക്കിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ചെക്കൻ്റെ വീട് വരുന്നത് എളവള്ളിയിലാണ് കേട്ടോ. തൃശ്ശൂരുള്ള എളവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെക്കൻ്റെ വീട് വരുന്നത്. ചെക്കൻ്റെ പേര് ഭാഗ്യേഷ് എന്നാണ്. ഇതൊരു അലമാര കൊണ്ടുപോകൽ ചടങ്ങാണ്. ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് പലഹാരങ്ങളും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളും പിന്നെ വാഴക്കൊലയും പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണിത്. സാധാരണ അലമാരൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോഴത്തെ വീടുകളിൽ എല്ലാ സെറ്റിങ്സോട് കൂടിയിട്ടാണ് വീട് പണിയുന്നത്. അതുകൊണ്ട് തന്നെ അലമാര ഇടാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു വീട്ടിലും അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അലമാര കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മൾ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ ലഡു, ജിലേബി അങ്ങനെയുള്ള സംഭവങ്ങളും വാഴക്കൊലയും അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കല്യാണച്ചക്കനാണ് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വീടിൻ്റെ അകത്തേക്ക് കയറി. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുക എന്നുള്ള ഒരു പരിപാടിയാണ്. അത്യാവശ്യം അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ഒരു ചടങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ചെക്കൻ്റെ വീട് കാണാമെന്നുള്ളൊരു പരിപാടിയും കൂടി ഉണ്ട്. അടുക്കള കാണാമെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഇതാണ്. നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ 2 നെറ്റിപ്പട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരെണ്ണം അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്ന് പറഞ്ഞു കല്യാണത്തിന്. പിന്നെ ഒരെണ്ണം അവരുടെ ഒരു കസിൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞു കേട്ടോ. എന്തായാലും രണ്ടും നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ നന്ദനയുടെ റൂമും വീടും പരിസരവും ഒക്കെ കണ്ടു. ഇതാണ് കല്യാണ പെൺകുട്ടി നന്ദന കേട്ടോ. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലുള്ളവരൊക്കെ പരിചയപ്പെടുകയാണ്. കല്യാണത്തിന് വന്നപ്പോൾ എല്ലാവരും അങ്ങനെ പെട്ടെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ടപ്പെട്ട എല്ലാ ബന്ധുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുകയാണ്. അപ്പോൾ എന്നെ വിളിക്കാണ്ട് തന്നെ ചേട്ടൻ ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇരിക്കുന്നതാണ് പാപ്പനും മേമയും അതുപോലെ തന്നെ കല്യാണ പെൺകുട്ടിയും ചെക്കനും. അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. അവരുടെ കൂടെ തന്നെ ഞങ്ങളിരുന്നു. ഞാനും എൻ്റെ അമ്മയാണ് ഒരുമിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. നല്ല കിട്ടിലനായിരുന്നു അവരുടെ ഫുഡ്. ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതും കഴിച്ച് പിന്നെ കുറച്ച് നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരമൊക്കെ പോയി. കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം കേട്ടോ. എന്തായാലും ഏകദേശം സമയം 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. നന്ദനേനെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീടാണ്, പുതിയ ആൾക്കാരാണ്. ഇതൊക്കെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ എങ്കിലും അത് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് വന്നേ മതിയാവും. ഞാനും ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം മനസ്സിലാവും. എല്ലാവരും നിറ കണ്ണുകളോട് കൂടിയിട്ടാണ് യാത്ര പറഞ്ഞിറങ്ങുന്നത് കേട്ടോ. കാരണം അത്രയും വിഷമമുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും ലൈഫൊക്കെ ഇനി ഒരുപാട് മാറാനും മാറ്റങ്ങളൊക്കെ
ഉണ്ടാവും. അപ്പോൾ പാപ്പനും മാമിയും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്ന വിശേഷങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടു പോകരുത് കേട്ടോ. മാമിയും പാപ്പനും ഒക്കെ നല്ല കരച്ചിലായിരുന്നു. എങ്കിലും ഇനി അവൾ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് എല്ലാവരും സന്തോഷപൂർവ്വം പറഞ്ഞ് പിരിഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.